പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാനത്ത് 2 മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണമാണ് സജീവമായി കൊണ്ടിരിക്കുന്നത്. തുക ഇനിയും എത്തിച്ചേരാത്തവർക്ക് വരും ദിവസങ്ങളിലായി വിതരണം സജീവമാക്കും. ഇതോടൊപ്പം തന്നെ കേന്ദ്ര ജീവനക്കാർക്കുള്ള പുതിയ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയായ യൂണിഫൈഡ് പെൻഷൻ സ്കീം ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിലാകും. ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് നിലവിലുള്ള നാഷണൽ പെൻഷൻ സിസ്റ്റം പരിഷ്കരിച്ചതാണ് UPS. പ്രതിമാസം നിശ്ചയിച്ച തുക പെൻഷനായി ഉറപ്പാക്കുന്ന പദ്ധതി സംബന്ധിച്ച് വിജ്ഞാപനമിറക്കി. 2004 ജനുവരി 1 അതിനുശേഷമോ സർവീസിൽ പ്രവേശിച്ചവർക്കാണ് UPS ആനുകൂല്യം. NPSലുള്ളവർക്ക് UPSലേക്ക് മാറാനും സാധിക്കും. NPSൽ തുടരണമെങ്കിൽ അതിനും വ്യവസ്ഥയുണ്ട്. 10 വർഷം സർവീസ് പൂർത്തിയാക്കി വിരമിക്കുന്നവർ പദ്ധതിയിൽ ഉൾപ്പെടും. സ്വയം വിരമിക്കൽ നടത്തുന്നവർക്ക് മിനിമം യോഗ്യതാ സർവീസ് 25 വർഷമാണ്. NPSൽ ജീവനക്കാർ 10%, സർക്കാർ 14%മാണ് പെൻഷൻ ഫണ്ടിലേക്ക് അടയ്ക്കേണ്ടത്. എന്നാൽ UPSൽ സർക്കാർ വിഹിതം 14 നിന്ന് 18.5%. ജീവനക്കാരുടെ വിഹിതം 10%. തുടരും. രാജ്യത്തെ 23 ലക്ഷം കേന്ദ്ര ജീവനക്കാർക്ക് നേട്ടമുണ്ടാകുമെന്ന് ധനമന്ത്രാലയം പറയുന്നു. 10 വർഷം സർവീസ് ഉള്ളവർക്ക് മിനിമം 10,000 രൂപ പെൻഷൻ ലഭിക്കും. 10 വർഷത്തിൽ താഴെയുള്ളവർക്ക് പെൻഷൻ ലഭിക്കില്ല. പെൻഷനൊപ്പം ക്ഷാമാശ്വാസവും ലഭിക്കുമെന്നതിനാൽ വിലക്കയറ്റത്തിന്റെ ഭാരം ബാധിക്കില്ലെന്ന് കേന്ദ്രം സൂചിപ്പിച്ചു. ഉദാഹരണത്തിന് 25 വർഷം സർവീസുള്ള വ്യക്തിക്ക് വിരമിക്കുന്ന സമയത്ത് 45,000 രൂപ പ്രതിമാസ ശമ്പളമുണ്ടെങ്കിൽ അടിസ്ഥാന ശമ്പളം പ്ലസ് DA പകുതിയായ 22,500 രൂപയും അതാത് സമയത്തെ ക്ഷാമാശ്വാസവും ലഭിക്കും. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.